ഞാൻ ഇന്ന് നമ്മുടെ പഴയ കാല ഒരു പലഹാരമായ പുളിവാരലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് മൈസൂർ പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെ കുറച്ച് നമ്മുടെ ട്രഡീഷണൽ പലഹാരമാണല്ലോ അത്, അപ്പം അതൊന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനതിന് പഴം ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഒരു 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പഴം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിത് മൈദയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ 1 സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഞാൻ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഈ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുളിവാരല് ആയി വരുന്നുണ്ട്. ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കട്ടെ ഞാൻ. അങ്ങനെ സ്വാദിഷ്ടമായ എൻ്റെ പുളിവാരൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ടുകാലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പമായിരുന്നു ഇത്. എൻ്റെ അമ്മയെല്ലാം എപ്പോഴും വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി തരുന്നതായിരുന്നു. അപ്പം ഞാനിതൊന്ന് പരീക്ഷിച്ചത്. ഉണ്ടാക്കാറുണ്ട്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ പഴം ബാക്കി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്.